ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു കുക്കിയാണ്. സ്നോബോൾ കുക്കീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് റഷ്യൻ ടീ കേക്ക്സ് എന്നും പറയാറുണ്ട്. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ കുക്കി ഉണ്ടാക്കാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം, കാരണം ഇതിൻ്റെ ബേക്കിങ്ങും അതിൻ്റെ ടൈമിങ്ങുമാണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് നന്നായി പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ബബിൾ വിസ്കോ അതല്ലെങ്കിൽ ഒരു ഹാൻഡ് ബീറ്ററോ ഉപയോഗിച്ച് നന്നായിട്ട് ക്രീം ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രീം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ലൊരു ക്രീമി കളറിൽ കിട്ടും. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കാഷ്യൂ നട്ട് ആഡ് ചെയ്യുവാണ്. ഞാനിതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. റോസ്റ്റ് ഒന്നും ചെയ്യേണ്ട, സാധാരണ നമുക്ക് കടയിൽ കിട്ടുന്നത് തന്നെ യൂസ് ചെയ്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ബബിൾ വിസ്ക് കൊണ്ട് ഇച്ചിരി യോജിപ്പിക്കാൻ പാടാണ്, അതുകൊണ്ടാണ് ഞാനിപ്പം ഹാൻഡ് ബീറ്റർ എടുത്തിരിക്കുന്നത്. നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പം പുട്ടുപൊടി എങ്ങനെ നനയ്ക്കുന്നു ആ ഒരു പരുവത്തിൽ കിട്ടും. പുട്ടുപൊടിയെക്കാട്ടിലും ഒരു ഇച്ചിരിയും കൂടെ നനവ് തോന്നും ബട്ടറിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയണമെങ്കിൽ ചെറിയൊരു ബോൾ പിടിച്ച് നോക്കിയാൽ മതി. ഇത് ഉരുട്ടി നോക്കുമ്പോഴും നല്ലൊരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. പിന്നെ മൈദയുടെയും ബട്ടറിൻ്റെയും അബ്സോർപ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും നനവ് തോന്നുന്നില്ലെങ്കിൽ 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് ആ പൊടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഈ അളവിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിലെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബോൾസും കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ബോളാക്കിയിരിക്കുന്നത്. നന്നായിട്ട് കൈകൊണ്ട് ഞെക്കി ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. നല്ല മിനുസം വരണം. ഇനി ഇത് നമ്മൾ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ്. ഈ അളവ് ഉപയോഗിച്ചാൽ നമുക്കൊരു 20 തൊട്ട് 25 വരെ സ്നോബോൾസ് കിട്ടും. നമ്മൾ ഈ ഉരുട്ടിയ ബോൾസ് എല്ലാം ഒരു 1.5-2 ഇഞ്ച് അകലത്തിൽ വെച്ച് കൊടുക്കണം. ഇനി ഇത് ബേക്ക് ചെയ്യുന്നത് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 to 25 മിനിറ്റ്സ് ആണ്. ഓരോരുത്തരുടെയും അവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് സമയം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞിരിക്കും. ആദ്യത്തെ ഒരു ബാച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇതിപ്പോൾ എനിക്ക് 25 മിനിറ്റായി. ഇതിങ്ങനെ പതുക്കെ പൊക്കി നോക്കുമ്പോൾ അടിഭാഗം ഒരു നല്ല ബ്രൗൺ കളറും മോൾ ഭാഗത്തിന് കളർ ചേഞ്ചസ് ഒന്നും കാണത്തില്ല. ഇനി ഇത് നമുക്ക് പുറത്തോട്ടെടുക്കാം. നമ്മൾ ബേക്കിംഗ് കഴിഞ്ഞിട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു ഇച്ചിരി ഹാർഡായിട്ട് തന്നെ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്താൽ കുറച്ചും കൂടി അത് ആകാനുണ്ട്. ഇതിപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആണ്. ചെറു ചൂടോടുകൂടി തന്നെ വേണം നമ്മളിത് ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ ആ ഷുഗർ അതിൽ പിടിച്ചിരിക്കത്തില്ല. ഞാനിവിടെ ഐസിങ് ഷുഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വീട്ടിലത്തെ പഞ്ചസാര ഉപയോഗിക്കുന്നെങ്കിൽ നന്നായി പൊടിച്ചൊരു 2-3 പ്രാവശ്യം അരിച്ച് തീരെ തരിയില്ലാത്തതുപോലെ വേണം എടുക്കാൻ. ഇതുപോലെ ഷുഗർ കൊണ്ട് കുക്കി മുഴുവൻ കവർ ചെയ്യണം. ഇതിങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഞാൻ 1 മിനിറ്റ് അതങ്ങനെ നന്നായി പിടിക്കാൻ വേണ്ടി വെച്ചു. 1 മിനിറ്റ് ഇളക്കാതെ ഇരുന്നതിന് ശേഷം ഇതുപോലെ പതുക്കെ എടുക്കുക. എന്നിട്ട് കൈകൊണ്ട് തന്നെ എക്സ്ട്രാ വരുന്ന പൗഡർ ഷുഗർ തട്ടിക്കളയണം. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഈവൻ ടെക്സ്ചറുമാണ്. ഇതുപോലെ ബാക്കി എല്ലാ കുക്കീസും നമുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കുക്കിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ്.